ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അത് നമ്മൾ പുതിയൊരു കണ്ടൻറ്റുമായി വീണ്ടും എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ആഫ്രിക്കൻ മെഷീൻ്റെ ടാങ്ക് ഒന്ന് ക്ലീൻ ആക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലൊരു വീഡിയോ ഇട്ടിരുന്നു. നമ്മളെ ചാനലിൽ ആഫ്രിക്കൻ മെഷീനെ കൊണ്ടുവന്ന് നമ്മൾ ഈ ഒരു വലിപ്പം ചൂണ്ടുവരലിൻ്റെ ഈ ഒരു എളുപ്പമായപ്പോൾ ഈ ഒരു സൈസിൽ കൊടുക്കുന്നതാണ്. നമ്മളിപ്പോൾ കണ്ടോ, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. 11 ആഫ്രിക്കൻ മെഷീനെ കൊടുത്തിരുന്നു. ഇപ്പോൾ അത് ആകെ കുറച്ച് ആഫ്രിക്കൻ മെഷീനുണ്ട്. എത്ര ഉണ്ട് എന്നറിയില്ല, നമുക്ക് എണ്ണി നോക്കിയിട്ട് പറയാം. ഇങ്ങനെ മീനിനെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളെ ഫ്രണ്ട്സ് ഇങ്ങനെ വാങ്ങാനും വരും. അതുപോലെ മീനിനെ ചോദിച്ച് വരുന്നവർക്കൊക്കെ നമ്മൾ കൊടുക്കും. പിന്നെ ഇനി നമ്മൾ കുറേ കൊടുത്തു കേട്ടോ. ഇനി ചിലപ്പോൾ വലിയ ആഫ്രിക്കൻ മെഷീൻ ചിലപ്പോൾ ചെറുതിനൊക്കെ തട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഇവൻ്റെ ഈ പള്ള കണ്ടില്ലേ, വയറ് കണ്ടാൽ മനസ്സിലാക്കല്ല ഇത് വെച്ചേക്കണു. നമുക്ക് ഏതായാലും ആദ്യം ഈ ആഫ്രിക്കൻ മെഷീനൊക്കെ ഇതാക്കണം. അതാ ചാടുന്നുണ്ട് നല്ലോണം. പിന്നെ നിങ്ങളിതുപോലെ മോൺസ്റ്റർ ഫിഷിനൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ളൊരു മീനാണ് ഈ ആഫ്രിക്കൻ മെഷീൻ എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, ഈ ആഫ്രിക്കൻ മെഷീനെ കൈകാര്യം ചെയ്യാൻ വളരെ സിമ്പിളാണ്. അത് എല്ലാവർക്കും, ഏത് പൊട്ടന്മാർക്കാണെങ്കിലും ഈ ആഫ്രിക്കൻ മെഷീനെ വളർത്താൻ കഴിയും. നമ്മളെ വീട്ടിലോട്ട് കൊണ്ടുവരുന്ന ചിക്കൻ ഉണ്ടാവില്ലേ, ഈ ചിക്കൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കുക, ലിവർ ഇട്ട് കൊടുക്കുക. ഈ ലിവറും വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ നല്ലോണം സൈസ് വെക്കും. അപ്പോൾ നമ്മളെ സക്കർ ഇത് നല്ല ആൽഗയുണ്ടല്ലോ, നമ്മൾ സക്കർ. അതിനിടയിൽ ഇത് നമ്മൾ അമ്മോൻകാക്ക് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തിനോ ഏതേനോ ഞാൻ ചെറിയ പരിപാടി, ഒരു മീറ്റിംഗ് ഉണ്ട്. നമ്മൾ ആഫ്രിക്കൻ മെഷീൻ നോക്കി നിങ്ങൾ 11 തന്നിട്ട് ഇപ്പൊ ആകെ കുറച്ചോളൂ, ഒക്കെ ഇതിനും കൊടുത്തു കഴിഞ്ഞു. പൊളിച്ചല്ലോ. ഇതെന്താ ചക്കറൊക്കെ ഉണ്ടോ? ചക്കറ് ഞാൻ ഇതിൽ ഫുള്ള് ആൽഗനോ അങ്ങനെ ഇട്ടതാണ്. ഇതൊക്കെ ഈ സൈസൊക്കെ നോക്കി ചൂണ്ടുവരലിൻ്റെ എത്ര എളുപ്പമായപ്പോൾ തന്നതേനോ. ഇപ്പം നമ്മളിത് ഈ സൈസ് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ യാദർശികമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ മീനിൻ്റെ ഉടമ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഉടമ എന്ന് പറയുന്നത് ഞാനാണ്. ആദ്യത്തെ ഉടമ നമ്മളെ ഷെഫീഖ് ഭായ് അതിനോ. ഈ ഷെഫീഖ് ഭായിൻ്റെ ഇപ്പോൾ ഉള്ളൊരു പുതിയ വീഡിയോ വരുന്നതാണ്, ഉടനെ വരുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് അടക്കളാണ്, എല്ലാവരും ക്ഷമിക്കാട്ടോ. പിന്നെതാ നമ്മളെ സക്കറൊക്കെ നല്ല തടിയനായിക്കോട്ടാ, മെല്ലിഞ്ഞിട്ട് ഇനി സക്കറ തടിയനായിക്കണോ. നമുക്ക് ഏതായാലും ഇതിൻ്റെ പണിയിലോട്ട് പോവാം. ഓ, നല്ല തടി വെച്ചോണല്ലോ. തിന്നുണ്ടാവും, വാറിലേനെ തിന്നിട്ട ചക്കറ്. ചക്കര തിന്നോ? ചക്കറ് നല്ല അറ്റാക്ക് ചെയ്യാം. വള്ളമ്മല് ഇതാ മീൻ്റെ വയറുമ്മല് ഇതായിട്ടാണ് ഒട്ടലാണ്. ഒട്ടിക്കാണ്ട് ഒറ്റ വല്ലാണ്. അപ്പൊ വെട്ടിയും കൊടലെല്ലാം കൂടി പുറത്ത് കണ്ടി ചാടും. ചെറുതിനെ വാങ്ങിയതാ? ചെറുതായപ്പോ വാങ്ങിയതേനോ മീന്. എൻ്റെ അടുത്ത് വരാല്, നെട്ടർ, പിന്നെ തിലാപ്പി, റെഡ് തിലാപ്പി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ടാങ്കിലോട്ട് നോക്കണേ, നമ്മൾ വലിയ ആഫ്രിക്കൻ മെഷീൻ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സൈസ് കണ്ടിട്ട് നിങ്ങൾ പറയും എങ്ങനെ ഉണ്ട് എന്ന്. പിന്നെ നമ്മളെ ബാക്കി ആഫ്രിക്കൻ മെഷീനുകളൊക്കെ ഇതാ ഇതിൽ ഉള്ള മെഷീൻ എന്ന് പറഞ്ഞിട്ട് ഏഴെണ്ണാണ്. അപ്പോൾ അത് നമ്മൾ ഇതിലോട്ട് വെള്ളം നിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു പേടിയുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമ്മളെ ഈ വലിയ മെഷീൻ ചെറിയ മെഷീനുകളെ കഴിക്കുമെന്നുള്ളൊരു പേടിയുണ്ട്. വെള്ളം നിറക്കാൻ ഉദ്ദേശിച്ചുള്ളത് ഇതാ ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു അമ്പണ്ട ആരത്, അതുവരെയാണ് നമ്മൾ നിറക്കാൻ വിചാരിച്ചിട്ടുള്ളത് ഇതുവരെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളി, ഷെയർ ചെയ്തോളി, സബ്സ്ക്രൈബ് ചെയ്തോളി, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്ത് അടുത്ത വീഡിയോ ഉണ്ടായിരിക്കും. ബൈ. ഇതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വരുന്നതാണ്, എല്ലാവരും കാത്തിരിക്കാം. അപ്പോൾ ബൈ.